ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ് എന്നുള്ള ആ ഒരു വിശേഷണം അന്വർത്ഥമാക്കുന്ന പ്രകടനമാണ് ലിയോണിനെതിരെ യൂറോപ്പ ലീഗിന്റെ രണ്ടാം ലെഗ് ക്വാർട്ടറിൽ കാസിമിറോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിട്ട് കാഴ്ചവെച്ചത്. ശരിക്കും ആ ഒരു വിന്റേജ് കാസിമിറോയെ, റയൽ മാഡ്രിഡിൽ കണ്ടിരുന്ന ആ ഒരു വിന്റേജ് കാസിമിറോയാണ് നമുക്ക് ദർശിക്കാൻ സാധിച്ചത്. ശരിക്കും ഈ ഒരു മത്സരം വീണ്ടും യുണൈറ്റഡിന്റെ കൈകളിലേക്ക് എത്തിച്ചത് കാസിമിറോയുടെ ഗംഭീര പെർഫോമൻസ് ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ആ 114-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസ് നേടിയ ഗോൾ, പെനൽറ്റിയിലൂടെയുള്ള ആ ഒരു ഗോളിന് വഴിവെച്ചത്, അല്ലെങ്കിൽ ആ പെനൽറ്റി നേടിക്കൊടുത്തത് കാസിമിറോ ആയിരുന്നു. അത് കഴിഞ്ഞ് 120-ാം മിനിറ്റിൽ കോബി മൈനുവിന്റെ ഈക്വലൈസർ, സ്കോർ 4-4 ഈക്വൽ ആയപ്പോൾ ആ ഒരു ഗോളിന് നൽകിയ അസിസ്റ്റ് കാസിമിറോയുടേതായിരുന്നു. പിന്നെ അവസാനം, അതായത് 2 മിനിറ്റിനകം മഗ്വയർ വിജയ ഗോൾ നേടിയപ്പോൾ, ഒരു ഗംഭീര ഹെഡറിലൂടെ മഗ്വയർ വീരനായകനായി വിജയ ഗോൾ നേടിയപ്പോൾ അതിന് നൽകിയ അസിസ്റ്റ്, അതായത് ഒരു മനോഹരമായുള്ള ഒരു ക്രോസ് ആയിരുന്നു. ആ ഒരു ക്രോസിൽ നിന്നാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഹെഡ് ചെയ്യാനുള്ള പാകത്തിലുള്ള ഒരു റിലീസായിരുന്നു കാസിമിറോയുടേത്. അത് ഗംഭീരമായി തന്നെ മഗ്വയർ ഫിനിഷ് ചെയ്തു. അപ്പോൾ കാസിമിറോയുടെ ഒരു പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. 120 മിനിറ്റിലധികം സമയം ഈ ഒരു പ്രായത്തിലും കാസിമിറോ കളിച്ചു എന്നുള്ളതാണ്. എന്തായാലും അത് അദ്ദേഹത്തിന് ഒരു ബിഗ് സെല്യൂട്ട് തന്നെ കൊടുക്കണം. പിന്നെ മഗ്വയറിന്റെ പെർഫോമൻസ് പലപ്പോഴും നമ്മളിങ്ങനെ വിമർശനങ്ങൾക്ക് ഇരയാക്കുന്ന ഒരു താരമാണ് മഗ്വയർ. അദ്ദേഹം പക്ഷേ റൂബൻ അമോറിമിന് അദ്ദേഹത്തിൽ ഒരു വിശ്വാസമുണ്ട്, അതിന്റെ പുറത്ത് അദ്ദേഹം ടീമിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും എബ് ആൻഡ് ഫ്ലോ ഒക്കെ, അതായത് ഒരു ഉയർച്ച താഴ്ചകളൊക്കെ മഗ്വയറിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം മഗ്വയർ എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വീരനായകനായിട്ട് മാറി എന്നുള്ളതാണ്. അവസാന നിമിഷം ഒരു ഹെഡർ ഗോളിലൂടെ ശരിക്കും മത്സരം ഹൈജാക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരും. ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ആസ് എ ഡിഫൻഡർ എന്നുള്ള രീതിയിൽ, സെൻട്രൽ ഡിഫൻഡർ എന്നുള്ള രീതിയിൽ നല്ല ഒരു ഗെയിമാണ് മഗ്വയർ കാഴ്ചവെച്ചത്. സെക്കൻഡ് ഹാഫിൽ കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്തെങ്കിൽ പോലും. അപ്പം എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ചൊരു വളരെ നിർണായകമായുള്ള, എത്രയോ കാലങ്ങൾക്ക് ശേഷമുള്ള ഒരു അവിസ്മരണീയ വിജയം എന്ന് പറയേണ്ടി വരും. കാരണം സമീപകാലത്തൊന്നും യുണൈറ്റഡ് ഈ രീതിയിലുള്ള ഒരു ഗംഭീര കംബാക്ക് എന്നൊക്കെ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ റമോൺ ടാഡ എന്നൊക്കെ പറഞ്ഞ് കേട്ടിരുന്നു. പക്ഷെ റയലിലൊന്നും അത് സാധ്യമായില്ല ഇത്തവണ. പക്ഷെ യുണൈറ്റഡ് അത് ശരിക്കും തെളിയിച്ചു. എങ്ങനെയാണ് ഒരു മത്സരം, ഒരു ഡ്രമാറ്റിക് ഫിനിഷ്, ഒരു പോട്ട് ബോയിലറായുള്ള ഒരു ത്രില്ലർ ഫിലിമിൻ്റെ, ഒരു ആബ്സല്യൂട്ട് സിനിമയുടെ ഒരു റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ആദ്യ ഹാഫിൽ 2 ഗോളുകൾക്ക് ലീഡ് നേടുന്നു. പിന്നീട് 71-ാം മിനിറ്റിൽ ഒരു ഗോൾ തിരിച്ചു വാങ്ങുന്നു. 78-ാം മിനിറ്റിൽ വീണ്ടും ഒരു ഗോൾ വഴങ്ങി സ്കോർ 2-2 ആകുന്നു. പക്ഷേ അതിനിടയിൽ ഒളിമ്പിക് ലിയോണിൻ്റെ താരമായ അവരുടെ ക്യാപ്റ്റൻ റെഡ് കാർഡ് കണ്ട്, ടോളിസോ റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നു. അപ്പം ഇനി ബാക്കി 89-ാം മിനിറ്റിൽ അദ്ദേഹം റെഡ് കാർഡ് കണ്ട് പുറത്തു പോകുന്നു. അതിനുശേഷം കുറച്ച് സമയം ഉണ്ടായിരുന്നു, ഇഞ്ചുറി ടൈം ഉൾപ്പെടെ. അപ്പോൾ അവിടെ ആ ഒരു അഡ്വാൻറ്റേജ് യുണൈറ്റഡിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. മത്സരം 2-2 അവസാനിക്കുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് പോകുന്നു. വിജയിക്കുമെന്ന് ഉറപ്പായ മത്സരമാണ് എക്സ്ട്രാ ടൈമിലേക്ക് പോയത്. അവിടെ നിന്ന് 2 ഗോളുകൾ തിരിച്ചടിച്ച്, അതായത് 10 പേരുമായി കളിച്ച് 2 ഗോളുകൾ തിരിച്ചടിച്ച് ഒളിമ്പിക് ലിയോൺ മത്സരം സ്വന്തമാക്കി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. നമുക്കറിയാം, ആ കമന്ററി ഒക്കെ നമ്മൾ കേട്ടത്, അതായത് അവരുടെ കംബാക്കിനെ കുറിച്ചൊക്കെയാണ് കമന്റേറ്റർ വർണ്ണിച്ചുകൊണ്ടിരുന്നത്. ലിയോൺ ഗംഭീരമായി തിരിച്ചു വന്നിരിക്കുന്നു, യുണൈറ്റഡിന്റെ സീസൺ അവസാനിച്ചു എന്നൊക്കെ രീതിയിലായിരുന്നു കമന്ററി. അവിടെ നിന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കാതെ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഫുട്ബോൾ ആണ് എന്നുള്ളത് വീണ്ടും തെളിയിക്കുന്ന ഒരു കംബാക്കാണ് യുണൈറ്റഡ് നടത്തിയിരിക്കുന്നത്. 113-ാം മിനിറ്റിൽ 4-2 പിന്നിൽ നിൽക്കുന്നു. 7-8 മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ ആർക്കും ഒരു പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണ് 3 ഗോളുകൾ, 7 മിനിറ്റിനുള്ളിൽ 3 ഗോളുകൾ തിരിച്ചടിച്ചാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് യൂറോപ്പ ലീഗിന്റെ സെമിയിലേക്ക് കടന്നിരിക്കുന്നത്. യുണൈറ്റഡിനെ സംബന്ധിച്ച് ഈ സീസണിലെല്ലാം നഷ്ടമായതാണ്. അമോറിമിനാണെങ്കിലും യുണൈറ്റഡിനാണെങ്കിലും നിരാശകളുടെ ദിനങ്ങൾ തന്നെയായിരുന്നു ഇത്രയും ദിവസം. പക്ഷെ അതിനിടയിൽ ഒടുവിൽ അവരുടെ ഒരു ലക്ഷ്യത്തിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു. കാരണം അടുത്ത സീസണിൽ ചാമ്പ്യൻസ് ലീഗ് കളിക്കാനുള്ള ഏക മാർഗമാണ് യൂറോപ്പ ലീഗ് കിരീടം ജയിക്കുക എന്നുള്ളത്. അതിപ്പം യുണൈറ്റഡിന് എല്ലാ അർത്ഥത്തിലും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പം എന്തായാലും ശരിക്കും ഒരു റിഡംഷനാണ് യുണൈറ്റഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഗംഭീരമായ പെർഫോമൻസ് ആസ് യൂഷ്വൽ. ബ്രൂണോ ഫെർണാണ്ടസിന്റെ പെർഫോമൻസിനെ കുറിച്ച് കൂടുതൽ വിലയിരുത്തേണ്ട ആവശ്യമില്ല. അപ്പം ആ പെനൽറ്റി തന്നെ ഏറ്റവും നിർണായകമായ നിമിഷത്തിലാണ്, ശരിക്കും ഒന്ന് പ്രഷറിലേക്ക് വരേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ വളരെ ഗംഭീരമായി പ്രെസിഷനോടെ തന്നെ ആ ഒരു പെനൽറ്റി ഗോളാക്കാൻ ബ്രൂണോയ്ക്ക് സാധിച്ചു. പെറി റൈറ്റ് ആയിട്ട് തന്നെ ആ ഒരു ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് അദ്ദേഹം ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ ഡൈവ് ചെയ്തു. പക്ഷേ സംഭവം ഗോളായി മാറി എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ നോക്കുകയാണ് എല്ലാവരുടെയും പെർഫോമൻസ്. പിന്നെ കോബി മൈനുയുടെ ആ ഒരു ഗോൾ വളരെ വൈറ്റൽ ആയിട്ടുള്ള ഒരു ടൈമിൽ അത്രയും മികച്ചൊരു ഫിനിഷ് ആയിരുന്നു. ഒരു സ്ട്രൈക്കറെ
വെല്ലുന്ന രീതിയിലുള്ള ഒരു ഫിനിഷാണ് കോബി മൈനു കാഴ്ചവെച്ചത്. പിന്നെ ഫസ്റ്റ് ഹാഫിലാണെങ്കിലും ഗർണാച്ചോയുടെ ഭാഗത്ത് നിന്നും ഒക്കെ നല്ല പ്ലേ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യത്തെ ഗോൾ ഉഗാർത്തെ നേടുന്നു 10ാം മിനിറ്റിൽ തന്നെ. പിന്നെ ഡലോട്ടിന്റെ ഗോളാണെങ്കിൽ അതും മഗ്വേറിന്റെ ആ ഒരു ലോങ് ബോൾ ആയിരുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരും അവരുടെ ഒരു പാർട്ട് കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ യുണൈറ്റഡിന് കുറെ അവസരങ്ങളൊക്കെ ലഭിച്ചു, അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഗർണാച്ചോക്ക് ഒരു സൂപ്പർ അവസരമൊക്കെ കളഞ്ഞു കുളിച്ചു. ഫസ്റ്റ് ഹാഫിലും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇനി ഒരു നെഗറ്റീവിനും യാതൊരു പ്രസക്തിയുമില്ല ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയുകയാണ്. കാരണം ലിയോണിനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തകർത്ത് കളിച്ച് ശരിക്കും ഒരു ആബ്സല്യൂട്ട് സിനിമ എന്ന പോലെ ഒരു ഗംഭീരമായ ത്രില്ലർ വിജയമാണ് യുണൈറ്റഡ് നേടിയിരിക്കുന്നത്. അമോറിമിന്റെ ടീമിന്റെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു ഗംഭീര വിജയം തന്നെയാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു അനുഭവത്തെക്കുറിച്ച്? കാരണം ഒരു യുണൈറ്റഡ് ആരാധകനാണെങ്കിൽ നിങ്ങൾ വല്ലാത്തൊരു നിമിഷത്തിലൂടെയൊക്കെയാണ് കടന്നുപോയത്. കാരണം ആദ്യം ഒരു വിജയത്തിന്റെ ഒരു സ്മെല്ല് അടിക്കുന്നു, അത് കഴിഞ്ഞ് പരാജയത്തിന്റെ വക്കിലെത്തുന്നു, ഒരുപാട് ഡെസ്പെയർ ആയുള്ള സിറ്റുവേഷനിലേക്ക് പോകുന്നു, പിന്നീട് ഒരു ഓവർ ജോയ്, വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു റിസൾട്ടിൽ എത്തുന്നു. എല്ലാം അനുഭവിക്കാൻ പറ്റിയ ഒരു മത്സരമാണ്. ഈ മത്സരം നഷ്ടമാവുകയാണെങ്കിൽ അത് നേരിട്ട് കാണുക, അതായത് ലൈവായിട്ട് TV-യിൽ കാണുക അല്ലെങ്കിൽ ഓൺലൈനായിട്ട് കാണുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ നമ്മൾ ഹൈലൈറ്റ് ഒന്നും കണ്ടാലും ആ ഒരു ത്രില്ല് നമുക്ക് ലഭിക്കില്ല. അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു മത്സരത്തെ കുറിച്ച് പറയാനുള്ളത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.